റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആലപ്പുഴയിൽ ഭിക്ഷാടന മാഫിയ സജീവം. ഭിക്ഷാടന മാഫിയയിൽ നിന്ന് രക്ഷപ്പെട്ട 14-കാരൻ്റേത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. തമിഴ്നാട്ടിലെ അനാഥാലയങ്ങളിൽ നിന്ന് കുട്ടികളെ ഭിക്ഷാടനത്തിനായി എത്തിക്കുന്നു. ഒരു ദിവസം 1500 രൂപയാണ് കുട്ടികൾക്ക് സംഘം ടാർഗറ്റ് നൽകുന്നത്. ഒരു ദിവസം 1500 രൂപ ഉണ്ടാക്കണം. വരുമാനം കുറഞ്ഞാൽ ക്രൂരമായി മർദ്ദിക്കും. 20ഓളം കുട്ടികളാണ് ഹരിപ്പാട് മാത്രം ഭിക്ഷാടന മാഫിയ സംഘത്തിലുള്ളതെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു. തൂത്തുക്കുടിയിലെ അനാഥാലയത്തിൽ നിന്നാണ് അനുജനോടൊപ്പം ആലപ്പുഴയിൽ എത്തപ്പെട്ടതെന്നും കുട്ടിയുടെ മൊഴി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ CWC പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ, നമ്മൾ ഈ കുട്ടി യാചകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു പ്രയോഗം നമുക്ക് സാധ്യമല്ല. എങ്കിൽ പോലും ഒരിക്കൽ എന്നാണ് പറയുക. ഇവരെ തട്ടിക്കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടത്തിക്കൊണ്ടുവന്ന് അവരെ ഒരുക്കിയെടുത്താണ് ഈ ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അവർക്കൊരു പരിശീലനമൊക്കെ കൊടുക്കും. ക്രൂരമായ മർദ്ദന മുറകളാണ് ഈ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത്. അങ്ങേയറ്റം സമ്മർദ്ദത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ കഴിയുന്നത്. ഇപ്പോൾ ഈ കുട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മൊഴികൾ അനുസരിച്ച് എത്രമാത്രം ക്രൂരമായ പീഡനത്തിനാണ് ഈ കുട്ടിയും അനുജനുമൊക്കെ ഇരയായിട്ടുണ്ടാവുക? അരുൺകുമാർ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കുട്ടിയിൽ നിന്നും ലഭിക്കുന്നതെന്നാണ് CWC ആലപ്പുഴ ചെയർപേഴ്സൺ ഗീത റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ എത്രയും വേഗം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴിതാ മൊഴി നൽകിയിട്ടുള്ള, അതായത് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷാടന മാഫിയയിൽ നിന്നും രക്ഷ തേടി അഭയം പ്രാപിച്ച 14-കാരൻ ചെറുപ്പക്കാരന്റെ അനുജനെ ഇപ്പോഴും കാണാനില്ല. ഇപ്പോഴും ഈ ഭിക്ഷാടന മാഫിയയുടെ ഒപ്പമാണെന്നാണ് നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ, അതായത് തമിഴ്നാട്ടിലെ പല അനാഥാലയങ്ങളിൽ നിന്നും കേരളത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യവും ഒപ്പം തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഉണ്ടെന്ന പേരിലാണ് അനാഥരായ കുട്ടികളെ തമിഴ്നാട്ടിലെ അനാഥാലയത്തിൽ ഇവരെ കൊണ്ടുവന്ന തൂത്തുക്കുടിയിൽ നിന്ന് കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപാണ് അനാഥരായ 2 പേരെ കൊണ്ടുവന്നത്. ചെറിയച്ഛനാണ് ഇവരെ ഇവിടെ ഹരിപ്പാടേക്ക് കൊണ്ടുവന്നത്. ഇവരുടെ അച്ഛൻ നേരത്തെ, അതായത് ഇവരുടെ അമ്മ മരണപ്പെട്ടു, പിന്നീട് അച്ഛൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള കുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഹരിപ്പാട് മാത്രം ഈ കുട്ടിയുടെ മൊഴിയിൽ നിന്നും 20 പേരാണ് ഹരിപ്പാട് മാത്രം ഈ സംഘത്തിലുള്ളത്. ഈ മറ്റുള്ള ആളുകളുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു പാഴ്സൽ വണ്ടിയിലാണ് ഇത്തരം ആളുകളെ, ഈ കുട്ടികളെയൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും എത്തിക്കുന്നത്. ഇവർക്ക് ഭക്ഷണം നൽകാതെ ഇവരെ അവശരാക്കുകയും ഒപ്പം തന്നെ ഇവർക്ക് വൈകല്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി ഇവരുടെ കയ്യോ കാലോ ഒക്കെ തന്നെ അടിച്ച് മർദ്ദനത്തിലൂടെ ആ രീതിയിൽ വൈകല്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. അങ്ങനെ 1500 രൂപയാണ് ഒരു ദിവസം ഇവരുടെ ടാർഗറ്റ്. അതിൽ 1000 രൂപ പോലും ഒരു ദിവസം ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, ആ പൈസ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവരെ ക്രൂര മർദ്ദനത്തിനിരയാക്കും. ഈ കുട്ടിയുടെ തലയുടെ പിൻഭാഗത്ത് ഉണങ്ങാത്ത മുറിവുണ്ടെന്നാണ് നിലവിൽ CWC കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടിയെ തൃശൂരുള്ള ബാലഭവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ മൊഴിയിൽ നിന്നും മറ്റ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി മനസ്സിലാകുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കുട്ടികളെ അവരെ സ്വവർഗ അനുരാഗത്തിന് കൂടി ഉപയോഗിക്കാറുണ്ട് പല പുരുഷന്മാരും എന്ന രീതിയിലുള്ള മൊഴി ഈ കുട്ടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഗൗരവ സ്വഭാവമുള്ള പല കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത തരത്തിൽ ഇപ്പോഴിതാ അങ്ങനെയുള്ള വിവരങ്ങളാണ്. അത്ര ഗൗരവ സ്വഭാവം മനസ്സിലാക്കിയാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം ആരംഭിക്കാൻ ഹരിപ്പാട് പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ 14-കാരന്റെ അനിയൻ 9 വയസ്സുകാരനെ ഇപ്പോഴും ഈ ഭിക്ഷാടന മാഫിയയുടെ ഒപ്പമുണ്ട്. ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ കുട്ടി 14-കാരൻ തന്റെ ചെറിയച്ഛന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ചെറിയച്ഛൻ ഈ ഭിക്ഷാടന മാഫിയയുടെ ആളാണ്. സംസ്ഥാനത്തൊട്ടാകെയുള്ള ഒരു ഭിക്ഷാടന മാഫിയയുടെ കണ്ണികൂടിയാണ് ഇയാളുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. എത്രയും വേഗം ഇയാളെ കണ്ടെത്താൻ സാധിച്ചാൽ ഭിക്ഷാടന മാഫിയയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഇത് കേവലം ഹരിപ്പാട് മാത്രം ഉള്ള സംഭവമല്ല. കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള ഭിക്ഷാടന മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ രീതിയിൽ ഒരു ദിവസം തന്നെ വരുമാനമാക്കിയെടുക്കുന്നത്. ആ രീതിയിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള കുട്ടികളെ എത്തിക്കുന്നു. പിന്നീട് പ്രായപൂർത്തിയായ ശേഷം ഇവർ കൂടി പിന്നീട് ഈ ഭിക്ഷാടന മാഫിയയുടെ പ്രധാനപ്പെട്ട ആളുകളായി മാറുന്നു. അങ്ങനെ പിന്നീട് വീണ്ടും കുട്ടികളെ ഇതൊരു കണ്ണിയായി, ഇതൊരു ചെയിനായി വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, അതായത് ഇവരെ കൊണ്ടുവരുന്ന സ്ഥലം അനാഥാലയങ്ങളാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇപ്പോഴിതാ ശിശു സംരക്ഷണ സമിതിയോട് വ്യക്തമാക്കുന്ന, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പോലും ഇവർ ഇരകളാക്കാറുണ്ട്. സാധാരണ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ശിശു സംരക്ഷണ സമിതി അവരുടെ ഷെൽട്ടറിലേക്ക് മാറ്റാറുള്ളത്. പലപ്പോഴും ഇത്തരത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടാറുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങളൊന്നും പോലീസ് അന്വേഷിക്കുകയോ കേസെടുക്കുകയോ ചെയ്യാറില്ല. പക്ഷേ ഈ കേസിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കി എന്താണെങ്കിലും അടുത്ത ദിവസം തന്നെ ഈ ഭിക്ഷാടന മാഫിയയിലെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ടെത്താനും ഇവരെ കേസിൽ പ്രതിയാക്കാനുമാണ് പോലീസിന്റെ നീക്കം. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറിയച്ഛനാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എത്ര ക്രൂരനാണ് അയാൾ എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അനിയനെയും ചേട്ടനെയും കൂടി കൊണ്ട് ഭിക്ഷാടന മാഫിയയ്ക്ക് കൊടുക്കുകയാണ്.
ഈ മാഫിയ സംഘം എന്താ ചെയ്യുന്നത് അറിയുമോ? ഇവരൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വളരെ ക്രൂരമായിട്ടാണ് ഉപദ്രവിക്കുക. വളരെ ക്രൂരമായി. കൊച്ചുകുട്ടികളാണെങ്കിൽ അവർ കരയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കറുപ്പടക്കമുള്ളവ കൊടുത്തിട്ടാണ് ഈ കുട്ടികളെ മയക്കി കിടത്തുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ഈ ചില യാചകർ ഈ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ചെയ്തില്ലേ, പല കുഞ്ഞുങ്ങളും ഇവരുടേതല്ല. അവർക്ക് വാടകയ്ക്ക് കൊടുക്കണം. ഒരു കുട്ടിക്ക് 1000 രൂപ എന്ന മട്ടിൽ വാടകയ്ക്ക് കൊടുക്കണം. ഭക്ഷണമേ കൊടുക്കില്ല. വലിയ രീതിയിലാണ് ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക. ഈ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും തരത്തിൽ നന്നായിട്ടിരുന്നാൽ നമ്മൾ കൊടുക്കൂല. കുഞ്ഞുങ്ങളുടെ ദൈന്യതയാണ്. കുഞ്ഞുങ്ങൾ എത്രത്തോളം ദൈന്യതയോടുകൂടി ഇരിക്കുന്നോ അത്രത്തോളം അവർക്ക് വരുമാനം കിട്ടും എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി, എത്ര ക്രൂരമായ ചിന്താഗതിയാണ്. 1500 രൂപയാണ് ഒരു കുട്ടിക്ക് അവർ ടാർജറ്റ് നിശ്ചയിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ ഇതേപോലെ വെയിലത്തും ഒക്കെ പോയിട്ട് ഇങ്ങനെ ഭിക്ഷ എടുത്തുകൊണ്ട് വരുമ്പോൾ 500 രൂപ കുട്ടികൾക്ക് കൊടുക്കും. 500 രൂപ മൊത്തം കൊടുക്കത്തില്ല. 500 രൂപയ്ക്കകത്തൊരു 100 രൂപ കഞ്ചാവോ അതേപോലെയുള്ള മയക്കുമരുന്നും കൂടി കൊടുക്കും. അപ്പം അത് കഴിഞ്ഞാൽ ബാക്കി അത്യാവശ്യം ഭക്ഷണത്തിനുള്ളതും കൂടെ കൊടുത്താൽ കഴിയും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ മുന്നിൽ ഭിക്ഷയാചിച്ചു വരുന്ന ഈ കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയേ ചെയ്യരുത്. കാര്യം അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും അവരുപയോഗിക്കാൻ പോകുന്നത് അവരുടെ മാഫിയ സംഘത്തിന് വേണ്ടുന്ന ടാർജറ്റ് തികയ്ക്കാൻ വേണ്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് അവരോട് കരുണയും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടികളാണെന്ന് കണ്ടെത്തിയാൽ CWC അറിയിക്കുക, അവരെ അടുത്ത ഷെൽട്ടറിലേക്ക് മാറ്റുക. അതല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തോളൂ. ഒരു കാരണവശാലും നിങ്ങൾ പൈസ കൊടുത്ത് അവരെ വീണ്ടും അതിനു വേണ്ടി എൻകറേജ് ചെയ്യിപ്പിക്കരുത്. അത് ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഇതിനെ പറയുന്നത് ഒരിക്കൽ എന്നാണത്രേ. അങ്ങനെയാണത്രേ ഇവരുടെ ഇടയിൽ പറയുക. ഈ കുഞ്ഞിനെ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിനെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് അവർ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗം. കഷ്ടമാണ്.